ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ മട്ട റൈസ് ഇതുപോലെ കുക്കറിൽ കഴുകി ഒരു വിസിലടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ബീൻസ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബീൻസ് ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള, കുറച്ച് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളക്കുന്ന കുഞ്ഞു കൈകൾ കണ്ടില്ലേ, എൻ്റെ ഇച്ചുക്കുട്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ശേഷം ഇതുപോലെ ആവിയൊക്കെ കയറി വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കിഡ്സ് ഫ്രണ്ട്ലി രസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു തക്കാളി, ഒരു ചെറിയ അരച്ചുമുളക്, 3-4 കൊച്ചുള്ളി, 4-5 കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയിട്ട് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാൻ കേട്ടോ. ഇത് ഞാൻ നട്ട കറിവേപ്പിലയാണ്, എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു കറിച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒരു ഉണ്ടമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ലേ, അതൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പടവും കൂടെ കാച്ചി ഇന്നത്തെ മീൽസ് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.